മഴക്കാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒരുപാട് ഔഷധ ഗുണമുള്ള സസ്യങ്ങളിങ്ങനെ വളർന്നു നിൽക്കും. തനിയെ വളരുന്നതാണോ? ഒന്നുമില്ല, വളവും ഇല്ല, ഒന്നുമില്ല. എന്നാലോ മഴ അങ്ങ് പെയ്യുമ്പോൾ ഒരുപാടിങ്ങനെ ഔഷധ ഗുണമുള്ള സസ്യങ്ങൾ ഒരുപാടിങ്ങനെ വളർന്നു വരും കേട്ടോ. അതിൽ പ്രധാനപ്പെട്ടതാണ് ദശപുഷ്പങ്ങളിൽ 10ാമത്തെ പുഷ്പമായ മുയൽച്ചെവിയൻ. ഇതാ ഒരുപാടുണ്ട്, നല്ല തിക്കായിട്ട് നോക്ക് വളർന്നു വരുന്നത്. നല്ല ഇലയുണ്ട്, അതുമാത്രമല്ല നല്ല നോക്ക് നല്ല തൈകളുണ്ട് ഇതിൻ്റെ. അതുപോലെ തന്നെ പൂക്കളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കളും ഇതിൻ്റെ കായും ഇതിൻ്റെ വേരും ഇലയും എല്ലാം ഔഷധ ഗുണങ്ങളാണ്. എല്ലാം നമുക്ക് ഉപയോഗിക്കാം. എല്ലാം നമുക്ക് എന്ത് അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇല മാത്രം മതി. അതുപോലെ തന്നെ ഈ നാട്ടിൻപുറങ്ങളിൽ മാത്രം റോഡ് സൈഡിലും കാണാം, പിന്നെ തോട്ടങ്ങളിൽ കാണാം ഇതിങ്ങനെ വളർന്നു നിൽക്കുന്നത്. പക്ഷേ എല്ലാവർക്കും ഈ ഒരു ഇത്രയും ഔഷധ ഗുണമുള്ള ഒരു ഇലയുടെ ഈ ഗുണങ്ങളെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഈ മുയൽ ചെവിയൻ ഇത്രയ്ക്ക് ഔഷധ ഗുണമുള്ള ഒരു സസ്യമായതുകൊണ്ട് തന്നെയാണ് ഒരു കുഴപ്പമില്ലാതെ ഇതാ നമ്മൾ തോട്ടങ്ങളിൽ തന്നെ ഇതാ കുറേ ഞങ്ങൾ വളർത്തിയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, ഇതിന് നമ്മളൊന്നും ചെയ്തിട്ടില്ല, തനിയെ വളർന്നതാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഈ മുയൽ ചെവിയൻ്റെ ചെടികൾ. അതുപോലെ തന്നെ അതിന് നമ്മൾ അധികം ഒന്നും ചെയ്തിട്ടില്ല. അത് ഇപ്രാവശ്യം ഇങ്ങനെ കൂട്ടായിട്ട് ഒരുപാട് ഇങ്ങനെ വളർന്നുണ്ട്. ഈ കർക്കിടക മാസത്തിലാണെങ്കിലോ ഇലകൾക്ക് ഇത്രയൊരു പച്ചിപ്പ് വേറെ എല്ലാ സസ്യങ്ങൾക്കും ഉണ്ട്. പക്ഷേ എനിക്കെന്താണെന്നറിയില്ല, ഈ മുയൽച്ചെവിയൻ കാണുമ്പോൾ ഒരുപാട് ഭംഗി നോക്കൂ. അതുപോലെ തന്നെ ഇത് നമുക്ക് ഒന്നും പറിക്കാനും തോന്നില്ല. നമുക്ക് ഇതിൽ നിന്ന് ഒരു ചെടി അങ്ങ് പറിച്ചിട്ടുണ്ടെങ്കിലോ അതും ഒരു വിഷമം പോലെ. എന്താണെങ്കിലും ഞാനിന്ന് ഈ ചെടിയുടെ ഇലകൾ ഉപയോഗിച്ചിട്ട് നല്ല ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഈ മഴക്കാലത്ത് നമുക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടവേദന, പനി, ജലദോഷം, അതിൻ്റെ ഒക്കെ മുൻകരുതലായിട്ട് ഈ ഒരു ഉപ്പേരിയൊക്കെ ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രതിരോധ ശേഷിയൊക്കെ വരും. ഇപ്പം മുത്തശ്ശനും മുത്തശ്ശന്മാരും പഴമക്കാരും ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഇങ്ങനെ ഒരുപാട് മരുന്നുകളൊക്കെ ഉപയോഗമൊക്കെ വളരെ കുറവായിരുന്ന സമയത്ത് ഒരുപാട് ഔഷധ സസ്യങ്ങൾ, ഇൽച്ചെവിയൻ മാത്രമല്ല ഒരുപാട് ഔഷധ, അപ്പോൾ അവരത് മാക്സിമം ഔഷധ സസ്യങ്ങളൊക്കെ ഒരുപാട് നന്നായി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഈ ഔഷധ ചെടികൾ ഒന്നും എനിക്ക് കളയാൻ തുടങ്ങിയില്ല. നല്ല മൂത്തൊരു മുയൽ ചെവിയൻ കണ്ടില്ലേ. ഈ മുയലിൻ്റെ ചെവി ഇതേപോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഇലകൾക്ക് മുയൽ ചെവിയൻ എന്ന പേര് തന്നെ വന്നതില്ലേ. ഈ മുയൽ ചെവിയൻ എന്ന ഇതിന് വേറെ എന്തൊക്കെയോ പേരുകളുണ്ട്, പക്ഷെ എനിക്ക് അതൊന്നും അറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണേ അതിൻ്റെ പേരുകൾ. അപ്പോൾ ഒരുപാട് പേരുകളുണ്ട്, പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേര് മുയൽ ചെവിയൻ. എന്താണെങ്കിലും അതിൻ്റെ ഇലകൾ നമുക്ക്, പക്ഷേ ഈ പൂവാങ്കുറുന്നലിൻ്റെ ഇലകളും അതും ഇതും എല്ലാവർക്കും കൺഫ്യൂഷനാണ്, അതാണോ ഇതാണോ എന്ന്. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ 2 ചെടികൾ കൊണ്ടുവന്നിട്ട് എന്നോട് ഇത് കാണിച്ച്, ഒന്ന് പൂവാങ്കുറുന്നലിൻ്റെ ആയിരുന്നു, 2 മുയൽച്ചെവിൻ്റെ ആയിരുന്നു. ഇതിൽ ഏതാണ് അത്? അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാമായിരുന്നു ഈ പൂവാങ്കുറുന്നൽ, പക്ഷേ അത് കുറച്ച് താഴെയായിപ്പോയി. അപ്പോൾ നമ്മൾ തരംതിരിച്ചറിയുന്നത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്. അതായത് ഇതിൻ്റെ ഇലയില്ലേ, ഇല കാണുമ്പോൾ നമ്മൾ മുയലിൻ്റെ ചെവിയുടെ ആ ഒരു ഷേപ്പ് അത് നോക്കിയാൽ മതി. അപ്പോൾ പക്ഷേ പൂവാങ്കുറുന്നലിലാവുമ്പോൾ അതിൻ്റെ ഇല വളരെ ചെറുതായിരിക്കും, പൂക്കളും ചെറുതായിരിക്കും. പക്ഷെ പൂക്കൾ രണ്ടിൻ്റെയും സെയിം ചെറുതുപോലെ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ ഇലയാണ് നമ്മൾ തരംതിരിച്ചറിയേണ്ടത്. ഇതിൻ്റെ ഇലയ്ക്ക് ഭയങ്കര നീളം ഉണ്ടാവും, അതോ സെയിം മുയലിൻ്റെ ചെവി പോലെ ലയിക്കിരിക്കുന്നത് പോലെ ആയിരിക്കും. അതുകൊണ്ടല്ലേ ഇതിൻ്റെ പൂക്കൾ മൂത്ത പൂക്കളാണ് കേട്ടോ. ഈ പൂക്കൾ മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൂപ്പൻ താടി പോലെ ഇരിക്കും. അപ്പോൾ ഇതിങ്ങനെ വിത്തുകളിങ്ങനെ വിതരണം ചെയ്തിട്ടാണെങ്കിൽ അടുത്ത വർഷത്തേക്കാണെങ്കിൽ ഒരുപാടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ചെടി, ഈ ഒരു മുയൽച്ചെവിൻ്റെ എല്ലാ ഔഷധ സസ്യങ്ങൾക്കും നമ്മൾ വീട്ടിൽ വെച്ച് വളർത്തേണ്ടതാണ്. പക്ഷേ ഈ മുയൽച്ചെവിൻ്റെ എന്താണ് നിർബന്ധമായിട്ട് നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു സസ്യം തന്നെയാണ് മുയൽച്ചെവിയൻ. അധികം അങ്ങനെ കാണുന്നില്ല നാട്ടുപുറങ്ങളിൽ. പണ്ടൊക്കെ കുറേ ഉണ്ടായിരുന്നു ഇത്. തൊണ്ടവേദനയ്ക്കും വിട്ടുമാറാത്ത ചുമയ്ക്കും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ പൈൽസിൻ്റെയൊക്കെ അസുഖം വരില്ല. പൈൽസിൽ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ഒരു ഇതാണ് പൈൽസിറ്റ്. അപ്പോൾ അതിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും വേണ്ട, ഇതിൻ്റെ ഇലയുണ്ടല്ലോ, ഇല നന്നായിട്ടൊന്ന് അരയ്ക്കുക. അരച്ച് കഴിഞ്ഞിട്ട് നല്ല മോരില്ലേ, നാട്ടുപുറങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന മോരില്ലേ, ആ മോരിലങ്ങ് ഇട്ടങ്ങ് കലക്കി കുറച്ച് ഉപ്പ് ഇട്ടിട്ട്, ഉപ്പ് വേണ്ടെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ നന്നായിട്ടൊന്ന് കലക്കി രാവിലെയോ ഉച്ചയ്ക്കൊക്കെ അങ്ങ് കുടിച്ചാൽ മതി. കുറേ മാറ്റങ്ങൾ വരും. എന്നാലോ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടെന്നല്ല, നമുക്ക് കുറേ സമാധാനം കിട്ടും എന്നതാണ്. എന്താണെങ്കിലും പഴമക്കാരൊക്കെ ഇത് അത്രയ്ക്ക് നന്നായി ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കും ഇന്നും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വാതോരാതെ എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പം വൈദ്യന്മാരെ അടുത്ത് ആയുർവേദ വൈദ്യന്മാരാണെങ്കിലും പറയും, അവർ ഡോക്ടേഴ്സ് അവർ പറയും ഇതിൻ്റെ ഇലകളൊക്കെ നല്ലതാണെന്നും ഒക്കെ. അപ്പോൾ എന്താണെങ്കിലും സാധാ ഒരു കോമൺ പെട്ടെന്ന് വിട്ടു മാറണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്
നല്ലതാണ്. ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ, നല്ല ആ മൊട്ടുകൾ കണ്ടില്ലേ, നല്ല ഭയങ്കര രസമാണ്. ഈ പ്രകൃതിയിൽ ഇത്രയും മനോഹരമായ പൂക്കൾ ഉണ്ടോയെന്ന് തന്നെയാണ്. കാരണം ചെറുതാണ് എങ്കിൽ കൂടി ഇതിൻ്റെ ഇലകൾക്കും മൊട്ടുകളും പൂവും അതുപോലെ തന്നെ വേരും എല്ലാം ഈ ചെടി സമൂലം അങ്ങനെയാണല്ലോ പറയുന്നത് അല്ലേ, മൊത്തത്തിൽ ഇത് ഉപയോഗിക്കാം. കാരണം ഇതിൻ്റെ എല്ലാം ഇപ്പോൾ ഇതിൻ്റെ വേദാക്കാം, അതുപോലെ തന്നെ ഇതിൻ്റെ വേരുകളാണെങ്കിലോ നമുക്ക് ഇടിച്ച് പിഴിഞ്ഞ് കഷായങ്ങളുണ്ടാക്കാം. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പം ഞാനിപ്പം കോമൺ ആയിട്ട് ഞാൻ ഇടയ്ക്ക് ഞാൻ ചെറിയ ഉപ്പേരി വെക്കാറുണ്ട്. ഇതിൻ്റെ ഇലകളൊക്കെ പറിച്ചിട്ട് കുറച്ച് ഒന്ന് ചെറുതായിട്ട് അതിലേക്ക് നമ്മൾ പിന്നെ ഉള്ളി അങ്ങനെയൊക്കെ ചേർത്തിട്ട് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ഉപ്പേരി ഞാൻ ഇന്ന് ഇവിടെ ഈ വീഡിയോയിൽ കാണിച്ചിട്ട്, അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ പൂക്കളാണ്, ഇത് നല്ല പൂക്കളുണ്ട്. അപ്പം ഒരുപാട് ഇങ്ങനെയുള്ള കാഴ്ചകൾ വളരെ അപൂർവമാണ്. നാട്ടുമ്പുറങ്ങളിൽ തന്നെയാണ്. നാട്ടുമ്പുറങ്ങളിലാണെങ്കിൽ ഇപ്പം അങ്ങനെയൊന്നും കാണുന്നില്ല. കാടും ഒക്കെ പിടിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ നമ്മുടെ വഴിയാണ്. ഈ വഴീൻ്റെ ഇവിടെ ഇങ്ങനെ കുറേ മുയൽച്ചെവിയൻ നിൽക്കുമ്പോൾ ഞാൻ അതിൻ്റെ കാടുകളൊന്നും പറിച്ചു കൊടുത്തിട്ടില്ല. കാരണം ഇതിൻ്റെ കാടുകളെല്ലാം പറിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ചെടിക്ക് ഒരു ഉഷാറുണ്ട്. അല്ല, ഇതിന് ഏറ്റവും ഇഷ്ടം ഈ മുയൽച്ചെവിക്ക് കാടുകളുടെ ഇടയിൽ എങ്ങനെ വളരുന്നതാണ് ഇഷ്ടം. അതിന് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കാണും. അവന് ഫ്രീ ആയിട്ട് അതിന് നിന്നുകൂടാ. കാരണം കാടുകളാണ് ഇതിൻ്റെ സപ്പോർട്ട്. അതുകൊണ്ട് ഈ കാടുകളോ ഈ അപ്പകളാണ് കേട്ടോ. അതിന് ഭയങ്കര പ്രാധാന്യം അപ്പകളെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇടുന്നുണ്ട്, അപ്പയ്ക്കുള്ള പ്രാധാന്യം എന്താണെന്നുള്ളത്. കണ്ടില്ലേ ഇവിടെ. അപ്പം ഈ കാടുകളുടെ ഇടയിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുമ്പോഴാണ് മുയൽച്ചെവിന് ഒരു ഭയങ്കര ഭംഗിയാണ്. അപ്പം ആ കാടുകൾ പറിച്ചാലും മുയൽച്ചെവിൻ പോകുമെന്ന് ഓർത്തിട്ട് ഞാൻ അതൊന്നും പറിച്ചിട്ടില്ല കേട്ടോ. എന്താണെങ്കിലും ഈ മുയൽച്ചെവിൻ്റെ കാണാൻ ഒരുപാടുണ്ട്. കണ്ടില്ലേ, ഇത് കണ്ടോ, ഇവിടെ നിറയെ ഉണ്ട്. ഇതിൻ്റെ മൂത്ത ഇലകൾ കണ്ടോ. മൂത്ത ഇലകളാകുമ്പോൾ അതിൻ്റെ നമുക്ക് വേരുകളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. കാരണം വേരുകൾ ഒരുപാട് വേരുകളൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത വർഷം ഇപ്പോൾ വേനലൊക്കെ ആകുമ്പോൾ ഇതില്ലല്ലോ. അപ്പോൾ നമുക്ക് വേരുകളാണെങ്കിലും ഉണക്കി സൂക്ഷിക്കുകയൊക്കെ ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിതിനെ മറ്റുള്ള സസ്യങ്ങളൊക്കെ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ മുയൽച്ചെവിൻ നമുക്ക് അതുപോലെ നമുക്ക് വീട്ടിൽ നന്നായിട്ട് ഒരു ചെടിച്ചട്ടിയിലോ ഒക്കെ ആയിട്ട് ചെടികൾ വളർത്തുന്നതിൻ്റെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ ഔഷധ സസ്യം വളർത്തുമ്പോൾ നല്ല ഇതാണ്. കാരണം നമുക്ക് പെട്ടെന്നൊരു ജലദോഷം അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും തൊണ്ട അല്ലെങ്കിൽ വലിയ മുറിവ് ഒക്കെയാണെങ്കിൽ ഇതിൻ്റെ ഇലകൾ ഭയങ്കര ഇതാണ് കേട്ടോ. നമുക്ക് 1-2 പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയാലാണ് അതിൻ്റെ ഒരു ഇതറിയുന്നത്. പക്ഷേ പലർക്കും ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല. കാരണം മുയൽച്ചെവിയൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടി ആയിക്കോട്ടെ ഈ വീഡിയോ എന്ന് ഓർത്തിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ഇതുപോലെയുള്ള ഇലകളും ഇതുപോലെയുള്ള ചെടികളൊക്കെ ഈ കർക്കിടക മാസത്തിൽ നാട്ടുംപുറങ്ങളിൽ പട്ടണങ്ങളിലൊന്നും ഉണ്ടാവത്തില്ല. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അത് വിട്ട് കളയരുതേ. ഇങ്ങനെയുള്ള ചെടികളൊക്കെ പറിച്ചിട്ട് നമ്മളത് സൂക്ഷിച്ച് വെക്കാം. എന്തായാലും നമുക്കിന്ന് കുറച്ച് ഇതിൻ്റെ കുറച്ച് ഉപ്പേരി ഇന്ന് വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. എന്താണെങ്കിലും അപ്പം ഇങ്ങനെയുള്ള സസ്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ മൂത്ത അപ്പൂപ്പന്താടി പോലെ ഇരിക്കുന്ന കണ്ടോ അതിൻ്റെ വിത്തുകളാണത്. ആ വിത്തുകൾ വിത്തുകളിങ്ങനെ കൊഴിഞ്ഞു പൊക്കോളും. എന്നിട്ട് പിന്നെ നമ്മൾക്ക് പിന്നീട് അടുത്ത വർഷത്തേക്കാണെങ്കിലും ഒരുപാട് കിട്ടും. എന്തായാലും നമുക്ക് കൂടുതൽ ഇവിടുന്ന് മുയൽച്ചെവിയൻ കുറേ പിടിക്കുന്നത് ഒരു മരുന്ന് കാച്ചാനാണ്. അപ്പോൾ അത് അതിനുള്ള ഒരു സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറേ ചോടോടെ ഇവിടെ നിന്ന് കുറച്ച് പറിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ചോടോടെ പറിക്കാം. ഇത് ഫുള്ളും ഇത് ആവശ്യമാണ്. ഇതിൻ്റെ വേരടക്കം നമുക്ക് ഒന്നും ഇതിൻ്റെ കളയാനില്ല. അതാണ് ഇതിൻ്റെ പ്രധാനം. ഒന്നും കളയാനില്ല. കണ്ടില്ലേ, ഈ ചെടികൾക്ക് തന്നെ ഒരു നല്ല ഒരു ഇതാണ്. കർക്കിടക മാസത്തിൽ നമ്മൾ ഈ ചെടികൾക്കൊക്കെ ഭയങ്കര ഒരു പച്ചിപ്പുള്ളതുപോലെ ഇത്രയും ഞാൻ ചെടികളിവിടെ പറിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല മൂത്ത മുയൽച്ചെവിയനാണ്. ഇതിൻ്റെ നല്ല ഇതിങ്ങനെ നട്ടാലും മതി. നമുക്ക് അടുത്ത വർഷത്തേക്ക് നന്നായിട്ട് ഉണ്ടാകും. ഇത് കണ്ടില്ലേ, നല്ല മുയൽച്ചെവിയൻ്റെ വലിയ തൈകളാണ്. ഇത് തൈകളാണെന്ന് വെച്ചാൽ മൂപ്പ് കൂടിയ തൈകളാണ് കേട്ടോ. ഇത് നമ്മൾ എല്ലാം കുറച്ച് ഇവിടുന്ന് പറിക്കുന്നത് കുറച്ച് ഉപ്പേരിയും കൂടെ വെക്കണം. ഇതിൻ്റെ ഇലകളെടുത്ത് നമുക്ക് ഉപ്പേരി വെക്കാം. അപ്പം ബാക്കിയുള്ള വേര് എടുത്തിട്ട് നമുക്ക് ഇത് കാച്ചാനാണ്. അപ്പം എന്താണെങ്കിലും ഇത് കണ്ടില്ലേ, ഇന്ന് കാടുകളാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കാടുകളിലൊക്കെ വളരുന്നതാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത് കുറച്ച് ഞാനിവിടെ പറിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയുള്ള ഈ ഒരു കണ്ടോ, ഇവിടെയൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട്. ഉണ്ടോ, ദേ അതിൻ്റെ ഒരു തൈയും കൂടെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. കാട്ടിൽ നിന്ന് പറിച്ചെടുക്കുകയാണ്. അതാണ് ഇതിന് എല്ലാം കൂടെ നന്നായിട്ട്. അതിന് നല്ല ചെളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് കഴുകുന്നുണ്ടോ, നന്നായിട്ട് കഴുകി ഇത് തന്നെ നമുക്ക് എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഞാനൊരു മരുന്ന് കാച്ചാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്ത് വെക്കുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, നന്നായി കുറേ ചെളിയൊക്കെ പോകുമ്പോൾ നല്ല ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്.
വെയിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ചെടികൾ അങ്ങനെ ഉണ്ടാവില്ല, പെട്ടെന്നത് നശിച്ചു പോകുന്ന ഒരു ചെടിയാണ്. പിന്നീട് അടുത്ത വർഷം വരെ കാക്കണം, അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇത് കണ്ടോ, നന്നായിട്ട് ഞാനിവിടെ കഴുകിയിട്ടുണ്ട്. അപ്പോൾ കഴുകുമ്പോൾ അതിൻ്റെ ആ ഒരു നല്ലൊരു ഫ്രഷ്നെസ് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ നല്ല. അപ്പം എല്ലാവർക്കും പിന്നെ ഞാൻ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാനിതവിടെ നല്ലോണം ഇത് നല്ല ഇലകളാണ്, ഇത് നന്നായിട്ട് മുറിച്ച് റെഡിയാക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ ഇലകൾ മാത്രം എടുത്തു. അപ്പം ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മതി. ഇപ്പോൾ ഇതിന് ഇത് കണ്ടില്ലേ, ഇത് നന്നായിട്ട് ചെറുതാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പം ഇത് നല്ല വൃത്തിയാക്കി ഇതിലേക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് തന്നെ ഇതാ ഇവിടെ മുളകുണ്ട്, നമ്മളെ വീട്ടിൽ തന്നെ മുളകാണ്. ഇപ്പോൾ പച്ചമുളകാണ്, കാന്താരി ഞാൻ ഇതിലിടൂല, ഇതിൽ പച്ചമുളകാണ് നല്ലത് ഇടുന്നത്. അപ്പം പച്ചമുളക് ഒരു 2-3 പറിച്ചിട്ട് 2 എരിവിന് വേണ്ടി കുറച്ച്, ഇപ്പം ഈ മുയൽച്ചെവീൻ്റെ ഇലകളും കുറച്ച് നന്നായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. വലുതായാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഒരു സവോള എടുത്തിട്ടുണ്ട്, അതുപോലെ 4 മുളകും എടുത്തിട്ടുണ്ട്. ഇതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് അപ്പം എല്ലാവർക്കും ഒരു ഡൗട്ട്, ഈ മുയൽച്ചെവീൻ്റെ ഇലകൾ തിന്നാവോന്ന്. ധൈര്യമായിട്ട് തിന്നാവും, ഒരു കുഴപ്പമില്ല. കാരണം ഇത് നമുക്ക് ഈ മഴക്കാലത്ത് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്രതിരോധ ശക്തി കിട്ടും. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ചെറിയ രീതിയിലൊരു ഉപ്പേരി വെക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകാണ്, അതും ഇവിടുത്തെ തന്നെയാണ്. പച്ചമുളകും എടുത്തിട്ടിട്ട് കുറച്ച് ആദ്യം മഞ്ഞൾപ്പൊടി ഇടണം, മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഇനി കുറച്ചൊരു ഉപ്പ് കല്ലുപ്പ് ഇട്ടാൽ മതി. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി, വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇവിടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഉപ്പേരിക്ക് നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കൂ. പക്ഷേ നാട്ടുമ്പുറങ്ങളിലുള്ളവർക്ക് വെൽച്ചെവിയൊക്കെ കാണുമ്പോൾ ഇതിങ്ങനെ ഉപ്പേരി വെച്ച് കഴിച്ചോളൂ, ഒരു കുഴപ്പവുമില്ല. എല്ലാ അസുഖങ്ങൾക്കും ഒരു പരിഹാരമാകട്ടെ. അതുമാത്രമല്ല, ഈ മഴക്കാലത്ത് 10 ഇലകൾ വെക്കുമ്പോൾ ഈ മുയൽച്ചെവിയും കൂടെ ഇലയും കൂടെ ഉൾപ്പെടുത്തിക്കൊള്ളൂ. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഈ ഒരു കർക്കിടക മാസത്ത് ഇനി എങ്ങാനും അടുത്ത വർഷത്തേക്ക് നമ്മുടെ മുയൽച്ചെവി എങ്ങാനും ഇല്ലെങ്കിലോ എന്ന് പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഭദ്രമായിട്ട് ഇതാ ഒരു ചട്ടിയിൽ വളരെ സേഫായിട്ടൊരു മുയൽച്ചെവിയൻ നട്ടിട്ടുണ്ട്. 2-3 തൈ പറിച്ച് നട്ടിട്ടുണ്ട്. കാരണം അടുത്ത വർഷത്തേക്ക് ഇനി ഇതിൽ നിന്ന് മതി. വിത്ത് പിടിപ്പിക്കാനാണെങ്കിലും ഇതിൽ നിന്നൊക്കെ ഒരുപാട് വിത്തുകളുണ്ട്. അപ്പം ഇത് മതി എന്താണെങ്കിലും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക. അതുമാത്രമല്ല, ഇനി വരുന്ന ഒരു തലമുറകൾക്കും ഇത്തരത്തിലുള്ള ഒരു സസ്യത്തിൻ്റെ, അതും ഇത്രയും ഔഷധ ഗുണമുള്ള ഒരു സസ്യത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയട്ടെ. അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ. അപ്പം ഓക്കെ, ബൈ ബൈ, താങ്ക് യു.